നടത്തിപ്പും കാവിൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നീ വഴി. അവൻ നടത്തിപ്പും കാവിൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നീ വഴി. ഈ എൻ കൈകളെ സമർപ്പിക്കും നീ സേവയ്ക്കായി എൻ ജീവനെയും. ഈ എൻ കൈകളെ സമർപ്പിക്കും നീ സേവയ്ക്കായി എൻ ജീവനെയും. കാലുകളോടട്ടെ നിൻ പാതി ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. എനിക്കല്ല ഞാൻ നിരണം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഈ ഇടവകയുടെ വികാരിയുമായ ഏറ്റവും ബഹുമാന്യനായ ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും നിരണം ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ജേക്കബ് വർഗീസ് അച്ഛനിവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയും ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നതുമായ ഭദ്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ മുൻകാല ഭാരവാഹികളെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന ഭാരവാഹികളെ, യുവ സുഹൃത്തുക്കളെ, വളരെ പ്രതീക്ഷയോടും താല്പര്യത്തോടും കൂടിയാണ് ഒരു കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിക്കാൻ തക്കവണ്ണമായി ആഗ്രഹിച്ചതും ക്രമീകരിച്ചതും. ഭദ്രാസന തലത്തിലുള്ള ഒരു കോൺഫറൻസ് ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത് പലതവണയായിട്ട് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2005 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് ഇവിടെ കോൺഫറൻസ് നടന്നത്. ഈ വർഷത്തിൽ ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്, വർഷം കൂടി ആയതുകൊണ്ട് ഈ കോൺഫറൻസ് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കാൻ, ആതിഥേയത്വം വഹിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത്, പ്രവർത്തിച്ചത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ള മഹനീയമായ ക്രമത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കേണ്ടത് ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജേക്കബ് വർഗീസ് അച്ഛനാണ്, സാജു അച്ഛനാണ്. മുത്തൂർ സെന്റ് ജോർജ് ഇടവകയിലെ വികാരി കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. എല്ലാവർക്കും പരിചിതനും എല്ലാവർക്കും ഏറ്റവും ആദരണീയനുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ആണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അഭിവന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. അഭിവന്യ തിരുമേനി ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രവാസി മലയാളിയാണ്. പക്ഷെങ്കിൽ ഒരു ഭദ്രാസനത്തിൻ്റെ, അതും UK, യൂറോപ്പ്, ആഫ്രിക്ക എന്ന പേരുകളിൽ വിസ്തൃതമായി കിടക്കുന്ന ഒരു വലിയ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു പിതാവാണ് അഭിവന്യ തിമോത്തിയോസ് തിരുമേനി. വൈദിക സെമിനാരിയിൽ അധ്യാപകൻ ആയിരുന്നു. ഇപ്പോൾ ഭദ്രാസനത്തിൻ്റെ വിവിധ ചുമതലകളിൽ വ്യാപൃതനായിരിക്കുന്നു. ഇന്ന് ഈ കോൺഫറൻസിൽ അദ്ദേഹം സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പനയമ്പാൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസിലും അഭിവന്യ തിരുമേനി ആയിരുന്നു അന്നും സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി. അഭിവന്യ തിരുമേനിയെ വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെതും ഇടവകയുടേതും ആയിരിക്കുന്ന, ഈ യൂണിറ്റിൻ്റെതുമായിരിക്കുന്ന ഭക്തി ആദരവുകളും വിനയത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്വങ്ങൾ ഈ സമയത്ത് ബഹീനനായി ഞാൻ സമർപ്പിക്കട്ടെ. ഇന്ന് ഈ സമ്മേളനത്തിന് മുഖ്യ ക്ലാസ് രാവിലത്തെ സെഷനിൽ 2 സെഷനായിട്ടുണ്ടല്ലോ, അതിൽ രാവിലത്തെ സെഷൻ്റെ ക്ലാസ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛനാണ്, എബി അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛൻ
വളരെ അധികം ആത്മസുഹൃത്ത് ബന്ധം ഞാനുമായിട്ട് ഉണ്ട്. വൈദിക സെമിനാരിയിൽ ഞങ്ങൾ ഒരേ കാലയളവിൽ പഠിച്ചവരാണ്. മലങ്കര സഭയുടെ ഒരു വലിയ വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട എബി അച്ഛൻ. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ പഠനത്തിനായിട്ട് വളരെ നാളുകൾ ഉണ്ടായിരുന്നു. അവിടെ പഠനമൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ വൈദിക സെമിനാരിയിൽ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നു, സേവനമനുഷ്ഠിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എബി അച്ഛനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഉണ്ട്. എല്ലാം എനിക്കിവിടെ പറയുവാനായിട്ട് സമയം എന്നെ അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ഒരു നല്ല മാതൃക അധ്യാപകനും നല്ല ഒരു ദൈവികമായ ശ്രേഷ്ഠതയിൽ നിലയിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു വലിയ പുരോഹിത ശ്രേഷ്ഠനുമാണ്. ഒറ്റവാക്കിൽ ഞാൻ ആ വാക്കുകൾ ഞാനെല്ലാം ഒതുക്കുകയാണ്. ബഹുമാനപ്പെട്ട എബി അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ഞാൻ ആശംസിക്കട്ടെ. ഇന്ന് ഇവിടെ ആദരണീയരായിട്ടുള്ള മഹനീയമായ വ്യക്തിത്വങ്ങൾ നമുക്ക് സന്നിഹിതരായിട്ട് ഉണ്ട്. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുന്നു. നമുക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യതകളൊന്നുമില്ല എങ്കിൽ തന്നെയും യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുൻകാല പ്രവർത്തകരായിട്ടുള്ള ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉണ്ട്. ഈ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷം നടക്കുന്ന ഈ ഒരു വേളയിൽ ഈ യൂണിറ്റിൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഈ നരണം ഭദ്രാസനത്തിൽ നിന്ന് ഭദ്രാസന തലത്തിലോ കേന്ദ്ര തലത്തിലോ പ്രവർത്തിച്ചിട്ടുള്ള ഭാരവാഹികളെ ആദരിക്കുക എന്നുള്ളത്. വളരെയധികം ആളുകൾ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയും ഒന്ന് ചുരുക്കേണ്ടതായിട്ട് വന്നു. കേന്ദ്ര തലത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളവരും ഭദ്രാസന തലത്തിലും ഭദ്രാസന സെക്രട്ടറി എന്നുള്ള നിലയിലോ ജോയിന്റ് സെക്രട്ടറിമാർ എന്നുള്ള നിലയിലോ പ്രവർത്തിച്ചിട്ടുള്ളവരെയുമാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഇന്ന് അവരെ ക്ഷണിക്കുകയും ഈ സമ്മേളനത്തിൻ്റെ നല്ല പ്രകാശങ്ങളായി ഇവിടെ വിളങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതും. ബഹുമാനപ്പെട്ട കുയിൻ ദാനിയേൽ അച്ഛൻ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിട്ട് 1989-91 കാലയളവിൽ വളരെ മഹനീയമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പുരോഹിതനാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള കോൺഫറൻസുകളിലൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു അൽമായനായ ഒരു ചെറുപ്പക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കെ മാത്യു സാർ അന്നും ഇന്നും യൗവനത്തിൻ്റെ ഒരു നല്ല പ്രസരിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന വാർദ്ധക്യം ഉണ്ട് എങ്കിൽ തന്നെയും അതെല്ലാം കവച്ചു വെച്ച് മനസ്സ് ഇപ്പോഴും യുവത്വത്തിൽ നിൽക്കുന്ന ഒരു വന്യ അധ്യാപകനാണ്. MGM ഹൈസ്കൂളിൽ അദ്ദേഹം ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ അന്നവിടെ ഒരു വിദ്യാർത്ഥിയായിട്ട് ഉണ്ട്. ബഹുമാനപ്പെട്ട സാർ 76-79 കാലയളവിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 61-66 കാലയളവിൽ ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിട്ടും ബഹുമാനപ്പെട്ട കെ മാത്യു സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൊഫസർ ഏബ്രഹാം തലവടി സാർ അദ്ദേഹം 67-73 കാലയളവിൽ ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. പിന്നീട് കേന്ദ്ര ട്രഷററായിട്ടും അന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഓർത്തഡോക്സ് യൂത്ത് മാസികയുടെ പബ്ലിഷറായിട്ടും എബ്രഹാം തലവടി സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട M. യോഹന്നാൻ സാർ, ഈ ഇടവക അംഗമാണ് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ. അതോടൊപ്പം തന്നെ കേന്ദ്ര ട്രഷററായിട്ട് 1982 കേന്ദ്ര ഓഫീസ് സെക്രട്ടറി ആയിട്ട് 83 1976-81 കാലയളവിൽ ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട M. യോഹന്നാൻ സാർ. ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് സാർ ഭദ്രാസന ജനറൽ സെക്രട്ടറിയായി 81-89 കാലയളവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് സൺഡേ സ്കൂളിൻ്റെ ഭദ്രാസന ഡയറക്ടറായിട്ടും ദീർഘനാൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൊഫസർ വർഗീസ് മാത്യു സാർ, അദ്ദേഹത്തെ നമുക്ക് ഈ അടുത്ത കാലത്തുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ നമുക്കൊക്കെ സുപരിചിതനാണ്. 89-96 കാലയളവിൽ ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ദിവ്യബോധനത്തിൻ്റെ ഭദ്രാസന ഡയറക്ടറായിട്ടും കേന്ദ്ര തലത്തിലും ഒക്കെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയും ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട E.T. ജോൺ സാർ, അദ്ദേഹം
ഒരുപക്ഷെങ്കിൽ ഇപ്പോഴത്തെ പലർക്കും പരിചിതമല്ലാത്ത ഒരു മുഖം ആയിരിക്കാം പക്ഷെങ്കിൽ അദ്ദേഹം ഒരു കാലത്ത് യുവജന പ്രസ്ഥാനത്തിന്റെ ശക്തനായ ഒരു നേതാവാണ്. ഞാൻ ഒക്കെ പ്രവർത്തിക്കുന്ന കാലയളവിൽ ഇ ടി ജോൺ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ അന്നും നിൽക്കുന്ന ഒരു പേരാണ്. 84-89 കാലയളവിൽ അദ്ദേഹം ഭദ്രാസനത്തിന്റെ കേന്ദ്ര ട്രഷററായിട്ട് 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട വിനോദ് ഫിലിപ്പ് നമുക്കെവർക്കും അറിയാം. അതുപോലെ തന്നെ സജി മാമ്പ്രക്കുഴി, ഇവർ 2 പേരും ഈ സമീപ കാലയളവുകളിൽ ഭദ്രാസന ജനറൽ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ശ്രീ ബാബു കൂടത്തിൽ ഇപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ഡയറക്ടർ, അതോടൊപ്പം തന്നെ നേരത്തെ ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൊഫസർ PC വർഗീസ് സാറും ശ്രീ ജോ ഈലഞ്ഞിമൂട്ടിൽ, ശ്രീ അലക്സ് മണപ്പുറത്ത് അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. 2002-2006 കാലയളവിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ MA ജേക്കബ്, ഇങ്ങനെ എല്ലാവരെയും, അതുപോലെ ഡോക്ടർ K എബ്രഹാം സാർ, അദ്ദേഹം ഇന്ന് ഇവിടെ വരുവാനായിട്ട് സാധ്യമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പള്ളിയിലെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്. എല്ലാവരെയും, ഈ മഹനീയമായിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഒരു വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഏറ്റവും മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻ വർഗീസ് ഇവിടെ ഭദ്രാസനത്തിലും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം വലിയ ഇടവക അംഗമാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് മണലേൽ, അതുപോലെ ജോയിന്റ് സെക്രട്ടറി ശ്രീ മാത്തുള്ള ചാക്കോ, റീജിയണൽ സെക്രട്ടറിമാരായ ശ്രീ മത്തായി T വർഗീസ്, ശ്രീ ജോജി P തോമസ് എന്നിവരെയും ഭദ്രാസനത്തിന്റെ ട്രഷററായി, ഇപ്പോൾ പുതിയ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ട്രഷറർ എന്നുള്ള ഒരു പോസ്റ്റുണ്ട്. ഭദ്രാസന ട്രഷററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീ സുനിൽ K ഈശോ, ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള വിവിധ ഇടവകളിൽ നിന്നായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സമയം ഒരുപാട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരെയും ഒരു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മഹനീയമായ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അഭിവന്യ തിരുമനസിനെ ഭക്തിയാദരപൂർവ്വം ഉദ്ഘാടന പ്രസംഗത്തിനും ഉദ്ഘാടന കർമ്മത്തിനുമായി ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, സഹോദരീ സഹോദരങ്ങളെ, മനസ്സിൽ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന വയസ്സന്മാരെ, ഇനി ആരെയും സംബോധന ചെയ്യാനുള്ള സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രായമുള്ളവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിൻ്റെ പ്രവർത്തകരായി നിന്ന് ചുറുചുറുക്കോടെ യുവജന പ്രസ്ഥാനത്തെ നയിച്ച നേതാക്കന്മാരാണ്. അവർ ഒരു പ്രായം കഴിഞ്ഞിട്ടും ഈ പ്രസ്ഥാനത്തോടുള്ള അവരുടെ സ്നേഹവും ആത്മബന്ധവും ഇപ്പോഴും നിലനിർത്തുന്നു എന്ന് കാണുന്നതിൽ അവരുടെ മനസ്സിൻ്റെ ആ യുവത്വം അത് ഏറ്റവും ശ്ലാഘനീയമായ ഒന്നാണ്. ഇന്ന് നെടുടം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു യുവജന സംഘത്തിൻ്റെ ഒരു മീറ്റിംഗാണ്. ഇവിടെ ഈ ചെന്നിത്തല പള്ളിയിലെ യുവജനങ്ങൾ കയറിയാൽ തന്നെ ഈ പള്ളി നിറച്ച് വരേണ്ടതാണ്. പിന്നെ ബാക്കി മഴയും ഇതുപോലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ആളുകൾ വരാൻ താമസിക്കുന്നതെങ്കിലും ഇന്ന് ഇതുപോലെയുള്ള കൂട്ടങ്ങൾക്ക് വലിയ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന മറ്റു പല രംഗങ്ങളും മേഖലകളും പ്രവർത്തനങ്ങളും ഇന്നുണ്ട്. അവിടെ ഈ സഭയും സഭയുടെ പൈതൃകവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പറയുമ്പം ഒരാവേശം തോന്നത്തക്ക വിധത്തിൽ ചിന്തിക്കുവാൻ ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. പൈതൃകത്തെക്കുറിച്ചുള്ള ചിന്ത
ഇന്ന് ഇപ്പോൾ ഈ ഒരു വർഷം മുഴുവനും മാർത്തോമ പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പൈതൃകം വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അത് ആ പൈതൃകം മനസ്സിലാക്കുന്നവർക്കാണ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിയാൽ അവരെല്ലാം അവരുടെ സത്വബോധത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചുമൊക്കെ വളരെ കൺസേൺഡായിട്ട് അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് വ്യഗ്രത കൊള്ളുകയാണ്. എന്നാൽ എന്തുകൊണ്ടോ ഈ പൈതൃകത്തിൻ്റെ അവകാശം കൂടുതൽ അഭിമാനിക്കത്തക്ക മലങ്കര സഭ പലപ്പോഴും ഈ പൈതൃകത്തെക്കുറിച്ച് മറന്നു പോവുകയാണ്. നമ്മുടെ പൈതൃകം മറ്റു പലരും തട്ടിയെടുത്ത് പൊടി കളഞ്ഞ് അവരുടേതാക്കി വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നതായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ പൈതൃകത്തെക്കുറിച്ചുള്ള ബോധം, നമ്മുടെ സാംസ്കാരിക പൈതൃകം, ക്രൈസ്തവ പൈതൃകം, അതുപോലെ തന്നെ നസ്രാണി പൈതൃകം, ഇത് ഈ വർഷത്തെ ഒരു ചിന്താധാരയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ബഹുമാനപ്പെട്ട എബിയച്ചൻ അതിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുവാനായിട്ട് തയ്യാറായി. നമുക്ക് കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നില്ല. ഈ നമ്മൾ കടന്നു വന്ന മാർഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ആ ബഹുമാനം, അതാണ് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉത്സാഹവും ആ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നത്. നമ്മുടെ ഈ കേന്ദ്രത്തിലേക്കുള്ള നമ്മൾ എവിടെ നിന്ന് ഉത്ഭവിച്ചു, നമ്മുടെ പൈതൃകം എന്താണ്, സത്വബോധം എന്താണ്, ഈ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ യുഗമായതുകൊണ്ട് ശാന്തമായി ഇരുന്നൊന്ന് വായിക്കുവാനോ അല്ലെങ്കിൽ ഇതിനൊരു വിശകലനം ചെയ്യുവാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. എല്ലാം വളരെ പെട്ടെന്ന് കമ്പ്യൂട്ടറിലെ പോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചാൽ അടിവരയിട്ട് കാണിക്കുന്നത് മാത്രം വായിച്ച് അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ മാർത്തോമ പൈതൃകം, മാർത്തോമ ശ്ലീഹ ഈ ഭാരതത്തിൽ വന്ന് ഈ സഭയെ സ്ഥാപിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ഒരു പൈതൃകം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ഇവിടുത്തെ നസ്രാണികളുടെ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിൻ്റെ മാറ്റുരച്ച് നോക്കുവാൻ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പിതാക്കന്മാരൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രമാത്രം തീവ്രതയോടെ സമരം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഈ വരുന്ന തലമുറയ്ക്ക് സാധിക്കണം. നമ്മൾ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോഴ് സ്ത്രീകൾ കൂടെ വോട്ടവകാശം വന്നിട്ട് ഇനി അടുത്ത പൊതുയോഗം കൂടാൻ പോകുന്നേ ഉള്ളൂ. വളരെ വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. ഈ പാശ്ചാത്യ ലോകത്തെ അനുകരിച്ച് നമ്മൾ സഭകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അത് ദി ചേഞ്ച് ഷുഡ് ബി ട്രെയിൻഡ്. നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഈ ചേഞ്ചുകളൊക്കെ വരുത്തുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒന്നാണ്. ഇപ്പോഴ് എല്ലാവരും വോട്ടവകാശം ലഭിച്ചു, വളരെ സന്തോഷം. കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എല്ലാത്തിലും തുല്യത അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ ഞാൻ സാരി കൊണ്ടുവരുവാണെങ്കിൽ നീ മുണ്ട് കൊണ്ടുവരണം, ഞാൻ സാരി തലയിലിടാൻ നീ മുണ്ടും തലയിലിടുക, അല്ലേ? രണ്ടുപേരും തലയിൽ തുണിയിട്ടുകൊണ്ട് നിൽക്കുന്ന എന്ത് രസമായിരിക്കും. ഇങ്ങനെ എല്ലാം തുല്യതയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവർ പരസ്പര പൂരകങ്ങളായിട്ടാണ്. പൗരസ്ത്യ സഭയിൽ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ മാതാവും പിതാവും കൂടെ ചേരുന്ന ഒരു വലിയ ഒരു ഡൈനമിക്കായിട്ടുള്ളൊരു റിയാലിറ്റി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താണ് പാശ്ചാത്യ ലോകത്ത് പുരുഷനും സ്ത്രീയും. പാശ്ചാത്യ ലോകത്ത് ചോദിച്ചാൽ ഈ പള്ളിയിൽ എത്ര അംഗങ്ങളുണ്ടെന്നേ ചോദിക്കുകയുള്ളൂ. എന്നാൽ കേരളത്തിൽ നമ്മളോട് ചോദിക്കുക ഈ പള്ളിയിൽ എത്ര കുടുംബങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അതിപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഇൻഡിവിജ്വലിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗരാണികമായി സഭയിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ, നമ്മുടെ നൂറ്റാണ്ടിലുള്ള പല ഭരണ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഒരു അസോസിയേഷനും തെരഞ്ഞെടുപ്പും ഭരണഘടനയും ഒക്കെ
നമ്മൾ രൂപപ്പെടുത്തുവാൻ നമ്മുടെ നസ്രാണികൾക്ക് സാധിച്ചു. അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക്കായിട്ടുള്ള അസംഷൻ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ചേഞ്ച് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹപൂർണമായി ആ വളർച്ച രൂപപ്പെടുത്താനായിട്ട് സാധിക്കണം. മറ്റ് പാശ്ചാത്യ ലോകത്ത് ഒക്കെ ചിന്തിക്കുന്നതിനനുസരിച്ച് അവരുടെ ഒരു പിൻഗാമികളായിട്ട് നമ്മളും അതേപോലെ ചിന്തിച്ചു പോകാതെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ചിന്തിക്കുന്നത്, ഇത് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. പൗരസ്ത്യ പാരമ്പര്യത്തിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും അതുപോലെ തന്നെ സ്ഥാനവും നൽകിയിട്ടുള്ളത്. അത് കേവലം ഒരു വോട്ടവകാശത്തിൽ മാത്രം ഒതുങ്ങുന്നല്ല. വലിയ ഉന്നതമായ അമ്മ എന്ന സങ്കല്പം പാശ്ചാത്യ ലോകത്ത് അത്രയും വലിയ ഉന്നതമായ ഒരു സങ്കല്പമല്ല. ഭാരതത്തിൽ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. അടുത്ത തലമുറയെ ജനിപ്പിച്ച് ആ അമ്മയുടെ ആ സ്നേഹവും ഇതുമൊക്കെ ആർദ്രതയും ലഭിക്കുന്ന ആ സങ്കല്പം. അതുകൊണ്ട് പൗരസ്ത്യ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്ന മറ്റു പലരുമൊക്കെ കളിയാക്കാറുണ്ട്. എന്നാൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രാധാന്യവും ബഹുമതിയും ആദരവും നൽകുന്ന സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഏറ്റവും അപഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ സ്കൂളിൽ പോയാൽ അവർ പറയും ഓർത്തഡോക്സുകാരാണെന്ന് പറയാൻ അവർക്ക് അഭിമാനമില്ല. കാരണം മറ്റുള്ള പല കാര്യങ്ങളിലും ഒട്ടും അഭിമാനകരമല്ലാത്ത രീതിയിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ചിത്രം മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഈ കേരളത്തിൽ നല്ലൊരു നേതൃത്വം കൊടുക്കുവാനും ധാർമ്മികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ, പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ സഭയെ സജ്ജമാക്കേണ്ടത് എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ ചിന്തയിലാണ് ഈ സഭയുടെ അടുത്ത ഫേസിലേക്കുള്ള യാത്ര. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഗ്ലാനിയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങളുമൊക്കെ ഒന്ന് നീക്കി ഇതിന് നല്ലൊരു ശോഭനമായൊരു ഭാവി കേരളത്തിലെ മുന്നിൽ നിൽക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി, സാമൂഹിക പ്രതിബദ്ധതയുള്ള ധാർമ്മിക അടിത്തറയുള്ള ഒരു സംഘമായി, സഭയായി ഇതിനെ ഉയർത്തുവാനായിട്ട് സാധിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി നടക്കേണ്ടത് നമ്മുടെ ആന്തരികമായ പരിവർത്തനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുകയും ചിന്തിക്കുകയും ഒക്കെ ബാഹ്യമായ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും വളരെ ത്വരിതഗതിയിൽ പലതും ചെയ്യാറുണ്ട്. എന്നാൽ ദെയർ ഈസ് ആൻ ഇൻറ്റേർണൽ ട്രാൻസ്മിഷൻ, അകത്തെ രൂപാന്തരമാണ്. ആന്തരികമായി നമ്മൾ ഓരോരുത്തരും പരുവപ്പെട്ട് വരുമ്പോഴാണ് ഈ സഭയ്ക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകുന്നത്, നല്ല നേതാക്കന്മാരുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടോ? എന്തോ ആ സ്വപ്നം കാണുന്നേ? സ്വപ്നത്തിലെ പ്രധാനപ്പെട്ട തീം എന്തുവാ? സ്വതന്ത്ര ഇന്ത്യയുടെ സ്വപ്നം കണ്ടു നെഹ്റു. നല്ല നേതാക്കന്മാരുള്ളൊരു രാജ്യം സ്വപ്നം കണ്ടു. സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം സ്വപ്നം കണ്ടു ഗാന്ധിജി. നല്ലൊരു ഡാം പണിയണമെന്ന് സ്വപ്നം കണ്ടു ആരാ? നല്ലൊരു എഞ്ചിനീയർ സ്വപ്നം കണ്ടു. അബ്ദുൽ കലാം സ്വപ്നം കണ്ടു 2020 ഈ ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും കടപിടിക്കത്തക്ക ഒരു രാജ്യമായി ഉയരണം. അങ്ങനത്തെ സ്വപ്നം വല്ലതും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ കാണുന്ന സ്വപ്നം മുഴുവനും ടി വിയിലോ സീരിയലിലോ ഒക്കെ കാണുന്ന കാര്യം, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അവിടെ നമ്മളങ്ങ് കടക്കും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണം. ഈ സഭയുടെ നല്ലൊരു ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണണം. പരുമല തിരുമേനിക്ക് നല്ലൊരു സ്വപ്നമുണ്ടായിരുന്നു. വിശുദ്ധന്മാർ തീർത്ഥയാത്ര നടത്തുന്നൊരു സഭയാകണം. ആ സഭയിലെ വിശുദ്ധമായി മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ അനേകം ആളുകളുടെ സ്വപ്നമാണ് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം അവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിന് ചിറകുകൾ മുളച്ച് ഈ സഭയെ നല്ല ഒരു ശോഭനമായ ഭാവിയിലേക്ക് നയിക്കട്ടെ. ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നം നമ്മളെ കൂടുതൽ ഉറക്കത്തേ ഉള്ളൂ. ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള സ്വപ്നം നമ്മളെ ക്ഷീണിപ്പിക്കുകയും തളർത്തുകയും ചെയ്യുന്നതാണ്.
എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നു, നല്ല സ്വപ്നം കാണണം. ആ സ്വപ്നത്തിന് വേണ്ടി സമർപ്പിക്കണം. ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. ഉസ്താദ് തിരുമേനി ജോർജ് കുട്ടിയായിരുന്നപ്പോൾ സ്വപ്നം കണ്ടു, ലോകമൊക്കെ സുവിശേഷം അറിയിക്കാൻ എന്നെ അയക്കണം, എവിടെ പോയി ഞാൻ അറിയിക്കേണ്ടു അവിടെ എന്നെ അയക്കണമേ. ദൈവം എടുത്ത് ഉപയോഗിച്ചു. 90 വയസ്സിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോട് സുവിശേഷം അറിയിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിവർത്തി വെച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വപ്നം നല്ല സ്വപ്നമാകട്ടെ. ആ നല്ല സ്വപ്നം പൂവണിയുവാൻ, ഈ മലങ്കര സഭയ്ക്ക് ശോഭനമായൊരു ഭാവി ലഭിക്കുവാൻ, ഇതിൻ്റെ പൈതൃകം, അടിസ്ഥാനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ശരിക്ക് വിശകലനം ചെയ്യുവാൻ ഈ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സ്വപ്നത്തിന് നിറപ്പകട്ട് പകരുവാൻ ഈ ക്ലാസ്സുകൾക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കും സാധിക്കട്ടെ. ആദരിക്കപ്പെടുവാനായി വിശിഷ്ട വ്യക്തികൾ എൻ്റെ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായി നിന്നുകൊണ്ട് ഇതിന് വേണ്ടതായ നേതൃത്വം നൽകിയവരാണ്. നിങ്ങളുടെയൊക്കെ അധ്വാനത്തെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സേവനത്തിൻ്റെ എല്ലാ നല്ല അംശങ്ങളും 30, 60, 100 മേനിയായി ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ആ മാതൃക ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത തലമുറയും അതുപോലെ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുൻകാല പ്രവർത്തകരെ ആദരിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് ഇനി നടക്കുവാനുള്ളത്. അതിൻ്റെ ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ ഇപ്പോൾ അറിയിക്കുന്നു. അഭിമന്യ തിരുമേനി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളുമേ, ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺഫറൻസിൽ വെച്ച് തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മുൻകാല പ്രവർത്തകരായി ഉള്ള എല്ലാ ബഹുമാന്യ വിശിഷ്ട അതിഥികളെയും ആദരിപ്പാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു എളിയ ശ്രമമാണ് ഈ അവസരം എന്ന് പറയുന്നത്. യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന തലത്തിലും കേന്ദ്ര തലത്തിലുമായി മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ വഴികാട്ടികളും പ്രകാശ ഗോപുരങ്ങളുമാണ്. എല്ലാവരെയും ഞാൻ ആദ്യമേ സ്വാഗത പ്രസംഗത്തിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടും അഭിമന്യ തിരുമനസ്സിന് മറ്റൊരു ചടങ്ങിൽ കോട്ടയത്ത് ഉടനടി പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ വാക്കുകളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പേര് ഓരോരുത്തരുടെയും വിളിക്കുന്നു. ആ സമയത്ത് എല്ലാ ബഹുമാന്യരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള വ്യക്തികളും മുൻപോട്ട് കടന്നു വന്ന് അഭിമന്യ തിരുമനസ്സിൽ നിന്ന് ഈ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഈ ഇടവകയിലെ യൂണിറ്റ് ക്രമീകരിച്ച് നൽകുന്ന ഈ ഉപഹാരം വാങ്ങുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമേ എന്ന് വിനയത്തോടുകൂടി ഞാൻ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയേൽ അച്ഛൻ കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി ആകുന്നുവല്ലോ. 1989-91 കാലയളവിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയേൽ അച്ഛനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദനമനസ്സുകൊണ്ട് ഈ ഉപഹാരം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട KM മാത്യു സാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ വളരെ സീനിയറായ ഒരു വ്യക്തിത്വം ആണ്. ഞാൻ അദ്ദേഹത്തെ നേരത്തെ പറയുകയുണ്ടായി. ഭദ്രാസന ജനറൽ സെക്രട്ടറിയായും കേന്ദ്ര ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു അൽമായൻ കേന്ദ്ര ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള വളരെ ചുരുക്കമാണ്. ബഹുമാനപ്പെട്ട KM മാത്യു സാറിനെ ഈ സന്ദർഭത്തിൽ ഉപഹാരം നൽകുന്നു.
പ്രൊഫസർ എബ്രഹാം തലവടി സാറ്, അദ്ദേഹം ഭദ്രാസന ജനറൽ സെക്രട്ടറിയായും അതുപോലെ കേന്ദ്ര ട്രഷററായും ഓർത്തഡോക്സ് യൂത്ത് മാസികയുടെ പബ്ലിഷറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എബ്രഹാം തലവടി സാറിനും പ്രസ്ഥാനത്തിൻ്റെതായിരിക്കുന്ന ഉപഹാരം ഈ സമയത്ത് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇടവക അംഗം കൂടിയാണ് ബഹുമാനപ്പെട്ട സാർ. കേന്ദ്ര ട്രഷററായിട്ടും ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിട്ടും കേന്ദ്ര ഓഫീസ് സെക്രട്ടറി ആയിട്ടും വിവിധ കാലയളവുകളിൽ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിന് ഉപഹാരം ഈ സമയത്ത് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് സാർ ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി 81-89 കാലയളവുകളിൽ പ്രവർത്തിച്ചു. തുടർന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന ഡയറക്ടറായി ദീർഘനാൾ പ്രവർത്തിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് സാറിനും ഈ ഉപഹാരം തിരുമനസ്സുകൊണ്ട് ഈ സമയത്ത് നൽകുന്നു. പ്രൊഫസർ വർഗീസ് മാത്യു സാർ, അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. 89-96 കാലയളവിൽ ഭദ്രാസന ജനറൽ സെക്രട്ടറിയായി വളരെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട സാർ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ പ്രൊഫസർ, അദ്ദേഹത്തിനും ഉപഹാരം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ഇ ടി ജോൺ, അദ്ദേഹം കേന്ദ്ര ട്രഷററായി 2 പ്രാവശ്യമായി 84-89 കാലയളവിൽ പ്രവർത്തിച്ചു. ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു. പാലിയേക്കര സ്വദേശി ബഹുമാനപ്പെട്ട ഇ ടി ജോൺ സാറിനും ഉപഹാരം സമർപ്പിക്കുന്നു. ശ്രീ വിനോദ് ഫിലിപ്പ്, അദ്ദേഹം ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. വളരെ സ്തുത്യർഹമായ നിലയിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു എന്നോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചത്. വളരെ സന്തോഷത്തോടുകൂടി ശ്രീ വിനോദ് ഫിലിപ്പിന് നൽകുന്നു. ശ്രീ സജി മാമ്പറക്കുഴി, അദ്ദേഹവും ഈ അടുത്ത സമീപകാലത്ത് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കടമാങ്കുളം ഇടവക അധ്യാപകൻ ബഹുമാനപ്പെട്ട സജി സാറിനും ഈ ഉപഹാരം സമർപ്പിക്കുന്നു. ശ്രീ ബാബു കൂടത്തിൽ, ഭദ്രാസനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അകമഴിഞ്ഞ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. ശ്രീ അലക്സ് മണപ്പുറത്ത്, അദ്ദേഹം ഭദ്രാസനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതോടൊപ്പം കേന്ദ്ര സെക്രട്ടറിയായി ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്ര സെക്രട്ടറിമാരെ നിയമിച്ചപ്പോൾ അതിൽ കേന്ദ്ര സെക്രട്ടറി ആയിട്ടും ശ്രീ അലക്സ് മണപ്പുറത്ത് പ്രവർത്തിച്ചു. അദ്ദേഹത്തിനും ഈ ഉപഹാരം നൽകുകയുണ്ടായി. ബാക്കി ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവർക്കുമായി ഇവിടെ ഇത് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാറ്റിലും ഉപരിയായി അഭിമന്യ തിരുമനസ് ഈ പ്രസ്ഥാനത്തിൻ്റെ എപ്പോഴും അകമഴിഞ്ഞ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ പിതാവാണ്. വളരെ ശ്രേഷ്ഠതയോടും മധ്യ ബേബി അച്ഛനായിരുന്ന കാലഘട്ടത്തിൽ, പഴയ സെമിനാരി പഴയ നിയമത്തിൻ്റെ പ്രൊഫസറായിട്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിലും ഒക്കെ അടുത്ത് പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ വാത്സല്യം സ്വീകരിപ്പാനായിട്ടും ഒക്കെയും സാധിച്ചിട്ടുണ്ട്. ഇടവകയുടെ പ്രത്യേകിച്ച് ഈ ഇടവകയിൽ യുവന പ്രസ്ഥാനത്തിൻ്റെതായ ഒരു ഉപഹാരം അഭിമന്യ തിരുമനസ്സിന് വളരെ സന്തോഷത്തോടും വിനയത്തോടും കൂടി ഇത് ഈ സമയത്ത് സമർപ്പിക്കുകയും ചെയ്യും. ഈ ആദരവിൻ്റെ ഈ ചടങ്ങ് ഇവിടെ സമാപിക്കുന്നു. അഭിമന്യ തിരുമനസ്സുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന ശ്രീ കെ എം മാത്യു സാർ ഒരു വാക്കിൽ മറുപടി പ്രസംഗം നടത്തുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ പഴയ സാരഥികളെ, ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ളവർ, ഈ ഇടവാങ്ങുകളായിട്ട് ഇവിടെ സംബന്ധിക്കാൻ വന്നിരിക്കുന്നവർ, എല്ലാവരെയും ഞാൻ ഒരു വാക്കിൽ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക്. എനിക്കൊരു വാക്ക് പറയാനുള്ളത്, യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ എന്താണ് ഗുണം? ഇപ്പോഴെല്ലാം ഗുണം എന്താണ് ഗുണം? അല്ല കമ്മീഷനും കിട്ടുമോ, അല്ലെ അങ്ങനെ കിട്ടുമോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്നാൽ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ കമ്മീഷനായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സുന്ദരമായ ഒരു ജീവിതമാണ് നമുക്ക് കിട്ടുന്നത്. ആ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു അംഗമായി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിനൊരു നല്ല സാക്ഷ്യം നൽകത്തക്കവണ്ണം ഒരു മാതൃക പുരുഷനായി അല്ലെ മാതൃക വനിതയായി ഉയരുവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. രണ്ടാമത്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് കിട്ടും. മറ്റുള്ളവരുടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അംഗീകാരം അവിടെ കിട്ടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അതിന് അടിസ്ഥാനപരമായി വേണ്ടത് നമുക്ക് ഒരു ക്രിസ്ത്യൻ ഫ്രെയിം വർക്ക് ഇൻ അവർ ലൈഫ്, നല്ല ഒരു ഫ്രെയിം വർക്ക്
ധാർമ്മികമായ ചിന്ത, ക്രൈസ്തവമായ ആദർശശുദ്ധി, ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സത്യസന്ധതയും ഓണസ്റ്റിയും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെ ധാർമ്മികമായ ഒരു അടിത്തറ കിട്ടി പ്രയോജനപ്രദമായ ഒരു ജീവിതമാക്കി തീർക്കുവാൻ നമ്മുടെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ കാര്യം. മദർ തെരേസയുടെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയതിൻ്റെ ഹെഡിങ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മുദ്രാവാക്യം ആർ വി സംതിങ് യൂസ്ഫുൾ ടു ഗോഡ്, ആർ വി സംതിങ് ബ്യൂട്ടിഫുൾ ടു ഗോഡ്, ആർ വി സംതിങ് യൂസ്ഫുൾ ഫോർ ദ വേൾഡ്. ഈ രീതിയിലൊരു ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി സമർപ്പിക്കാം എന്നുള്ളത് ഒരു നല്ല സാക്ഷീകരണമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ തീരാൻ സാധിക്കും. അതിന് ഈ സന്ദർഭത്തിൽ ഞങ്ങളെ ഇവിടെ വിളിച്ച് അനുമോദിച്ചതിനും ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തെപ്പറ്റി ശ്ലാഘനീയമായ രീതിയിൽ സംസാരിച്ചതിനും ഒക്കെയും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ വെറുതെ വിരുത്തി ഈ ബുദ്ധിമുട്ടൊക്കെ അവർ സഹിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് അതിൻ്റെ ബെനിഫാക്ടേഴ്സായിട്ട് വരേണ്ടത് എൻ്റെ യുവജന പ്രസ്ഥാന അംഗങ്ങളാണ്. അവർ ഈ പ്രയോജനപ്പെടുത്തുമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയും ആശംസയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ആദരണീയരായ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഊടും ഭാവവുമായി പ്രസ്ഥാനത്തിന് സജീവ നേതൃത്വം കൊടുത്ത് ഇന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ പാകി നേർവഴി ഞങ്ങൾക്ക് കാട്ടിത്തന്ന കെ എം മാത്യു സാർ, പ്രൊഫസർ എബ്രഹാം തല്ലവണ്ടി, പ്രൊഫസർ വർഗീസ് മാത്യു സാർ, ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് സാർ, എം യോഹന്നാൻ സാർ, ഇ ടി ജോൺ സാർ, ബഹുമാനായ അലക്സ് മണൽപ്പുറം, ബഹുമാനായ വിനോദ് ഫിലിപ്പ്, ബഹുമാനായ സജി മാമ്പർകുഴി, ബഹുമാനപ്പെട്ട ഉമ്മൻ വർഗീസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ തത്സമയ പ്രവർത്തകർ, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന തോമസ് മണലിൽ, ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന മാത്തുള്ള ചാക്കോ, റീജിയണൽ സെക്രട്ടറിമാരായിരിക്കുന്ന ലാലു സാറ്, ബഹുമാനപ്പെട്ട ജോജി, ട്രഷററായിരിക്കുന്ന സുനിൽ, ഓർഗനൈസറായിരിക്കുന്ന അനൂപ്, ബഹുമാനപ്പെട്ട ഷാജി മാമൻ, സ്നേഹം നിറഞ്ഞ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ അർദ്ധവാർഷിക കോൺഫറൻസ് ഈ ദേവാലയം യുവജന പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തുവാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിർണഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ദേവാലയമാണ് ചെന്നിത്തല സെൻറ് ജോർജ് ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ്റെ, പ്രിയങ്കരനായ മനു അച്ഛൻ്റെ പാത തുടർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരവും എനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വർഗീസ് മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് ഞങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സജീവമായ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന, ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന മനു അച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ഇവിടെ
യുവന പ്രസ്ഥാനത്തിന് ഊടും ഭാവവുമായിരുന്ന മുൻകാല പ്രവർത്തകരെ ഇവിടെ ആദരിച്ചു. ഈ യൂണിറ്റാണ് അതിന് നേതൃത്വം നൽകിയത്. ഭദ്രാസനത്തിൻ്റെ ഒരു പ്രോഗ്രാം എന്നതിലുപരി ഈ യൂണിറ്റാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ക്രമീകരിച്ചത്. അതുകൊണ്ട് ഈ യൂണിറ്റിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും മുൻകാല പ്രവർത്തകർക്കും നമുക്കും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ആശയം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ ആ നാളും നാഴികയും അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ആ വാക്യത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. യുവജനങ്ങളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും വിലയേറിയതാണ് എന്ന് മാത്രം ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ സങ്കടം വരുന്നത് നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങളെ ഓർക്കുമ്പോഴാണ്. നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഓരോ അവസരങ്ങളാണ് എന്നോർക്കുമ്പോൾ നമ്മുടെ സങ്കടം വർദ്ധിക്കും. എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും 24 മണിക്കൂർ സമയം മാത്രമേ ഒരു ദിവസമുള്ളൂ. എന്നാൽ അതിനെ നമ്മൾ എത്രമാത്രം വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൻ്റെ വിജയം. അതുകൊണ്ടാണ് പറയുന്നത്, സമയം വിലയ്ക്ക് വാങ്ങുവാനായിട്ട് പറ്റുകയില്ല, സമയം കൂട്ടിവെക്കുവാനായിട്ട് പറ്റുകയില്ല, സമയത്തെ ഇരട്ടിപ്പിക്കാനായിട്ട് പറ്റുകയില്ല, സമയം കടം കൊടുക്കാനായിട്ട് പറ്റുകയില്ല, സമയം കൊണ്ട് ചെലവഴിക്കുവാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക. ഒരു ലുബ്ധൻ്റെ കഥ പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചോളാം. ലുബ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഇയാൾ ധാരാളം പണം സ്വരും കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മരണദൂതൻ ഇദ്ദേഹത്തെ കൊണ്ടുപോകുവാനായിട്ട് വരികയാണ്. അദ്ദേഹം ഒരുപാട് സ്വാധീനമുള്ളത് കൊണ്ട്, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളൊരു ലുബ്ധനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മരണത്തിൻ്റെ ദൂതനോട് വാദിച്ചു തുടങ്ങി. വാദം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ കെഞ്ചുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം കെഞ്ചുകയാണ്, എനിക്ക് 3 ദിവസത്തെ സാവകാശം കൂടി തരണം, കുറേയൊക്കെ ഉത്തരവാദിത്തങ്ങളോട് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, 3 ദിവസത്തെ സാവകാശം കൂടി എനിക്ക് നൽകുകയാണെങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ തന്നേക്കാം. വാഗ്ദാനം നിരാകരിക്കപ്പെട്ടു. മരണത്തിൻ്റെ ദൂതൻ ലുബ്ധൻ്റെ കയ്യെ കടന്നു പിടിച്ചു. അവസാനം അദ്ദേഹം കേഴുവാനായിട്ട് തുടങ്ങി. എനിക്ക് 3 ദിവസം വേണ്ട, 1 ദിവസം തരണം, എൻ്റെ സമ്പത്ത് മുഴുവൻ തന്നേക്കാം. അതും നിരാകരിക്കപ്പെട്ടു. കടന്നു പിടിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും കാലെ പിടിച്ച് കേണു, എനിക്ക് 1 നിമിഷം തരണം, ഒരു ചെറിയൊരു കുറിപ്പ് എഴുതുവാനായിട്ട് 1 നിമിഷം തരണം. ഇത് കേട്ടപ്പോൾ മരണദൂതൻ്റെ മനസ്സലിഞ്ഞു. 1 നിമിഷം കൂടെ സാവകാശം തരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു പേപ്പറും പേനായും എടുത്ത് എഴുതി, സ്നേഹിതരെ, ജീവിതത്തിലെ നിമിഷങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ പാഴാക്കരുത്. എൻ്റെ വിലയേറിയ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടും എനിക്ക് ഒരിറ്റ് സമയം വാങ്ങുവാനായിട്ട്, ഒരിറ്റ് നിമിഷം വാങ്ങുവാനായിട്ട് സാധ്യമായില്ല. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ, നിമിഷങ്ങൾ നിങ്ങൾ നഷ്ടമാക്കരുത്. കഥയാണെങ്കിലും നമ്മളെയൊക്കെ ഒന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. എത്രയോ അവസരങ്ങൾ, നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെ നമുക്കും അന്യമായി. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കണം. മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന വളരുന്ന 4 മണിപ്പൂവിൻ്റെ ആയുസ് നിങ്ങൾക്കെല്ലാം അറിയാം, നിമിഷ നേരത്തേക്കേ ഉള്ളൂ. പക്ഷേ അത് വിടർന്നു നിൽക്കുന്ന സമയം മുറ്റത്തിന് എന്ത് സൗരഭ്യമാണ് കൊടുക്കുന്നത്? മുറ്റത്തെ മുഴുവൻ സൗന്ദര്യമാക്കും. പക്ഷെ അതിന് ആയുസ് എത്ര നേരമുണ്ട്? നിമിഷ നേരത്തേക്കേ ഉള്ളൂ. ഞാനും നിങ്ങളും ഒക്കെ വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ 36 വർഷമായി വിരിഞ്ഞു നിൽക്കുന്നു. നമ്മളെല്ലാം വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ അല്പം സുഗന്ധം, സൗരഭ്യം സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതോ ദുർഗന്ധമാണോ നമ്മിൽ നിന്ന് വമിക്കുന്നത്?
സ്വയം ചിന്തിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. തമ്പുരാൻ നൽകിയിരിക്കുന്ന സമയത്തെ കൃത്യതയോടെ വിനിയോഗിക്കുന്ന യുവജനങ്ങളായി തീരുമ്പോൾ മാതൃകയുള്ളവരായി നമുക്കായി തീരാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നമൊക്കെ നമ്മിലൂടെ യാഥാർത്ഥ്യമാകും. AD 2020 ഭാരതം യുവാക്കളാൽ വികസിത രാജ്യമായി തീരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അതിന് ഭാഗവാക്കാകുവാൻ നമുക്ക് സാധ്യമാകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ദേവാലയത്തോട്, മനുവച്ചനോട്, യുവജന പ്രസ്ഥാന ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ അതിനെല്ലാം കൃതജ്ഞത അവസാനം ഭദ്രാസന സെക്രട്ടറി വിശദമായി കൃതജ്ഞത അർപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഈ യോഗത്തിൻ്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ കൃതജ്ഞത ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ച നിരണം ഭദ്രാസന യുവന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജേക്കബ് എം വർഗീസ് അച്ഛന്, അദ്ദേഹം അല്പം താമസമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിന്നും കൃത്യസമയത്ത് ഇവിടെ എത്തി ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് എം വർഗീസ് അച്ഛന് പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന കമ്മിറ്റിയുടെയും ഈ ഇടവക യുവന പ്രസ്ഥാനത്തിൻ്റെയും പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത UK, കാനഡ ഭദ്രാസനാധിപൻ അഭിവന്യ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്തായോട്, അഭിവന്യ തിരുമേനിയോട്, ഭദ്രാസന കമ്മിറ്റിയുടെയും ഇടവകയുടെയും യുവന പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതൃസ്ഥാനികളെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച മുൻകാല നേതൃസ്ഥാനികളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസന കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ കടന്നു വന്ന വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രസ്ഥാന അംഗങ്ങൾ, എല്ലാവർക്കും ഒറ്റവാക്യപൂർവം ആദ്യത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. അഭിവന്യ വൈദികരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, പ്രിയ സ്നേഹിതരെ, നമ്മുടെ OCYM-ന്റെ മാർത്തോമ ഹെറിറ്റേജ് എന്നുള്ള ജനറൽ ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏകദേശം 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് വിശക്കുന്നതിന് മുൻപ് നിർത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ഞാനിവിടെ നിൽക്കുന്നത്. ഡൽഹി കോൺഫറൻസിൽ പങ്കെടുത്തവരുണ്ട്. could you please raise your hands? കൈ ഉയർത്താമോ? എത്ര പേരുണ്ടെന്ന് നോക്കിക്കോട്ടെ. 1 2 3 4. ഓക്കെ, താങ്ക് യു. എനിക്ക് 3 സെഷനായിരുന്നു ഡൽഹി കോൺഫറൻസിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ബട്ട് ഒബ്വിയസ്ലി ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണത് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഡൽഹി കോൺഫറൻസിന് ശേഷം ഈ ചില മോഡിഫിക്കേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്ത സംഗതിയിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേകമായ ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് ഷെയർ ചെയ്തുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഒന്ന്, നമ്മൾ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സമയമാണ് ഇത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സഭയെ സംബന്ധിച്ചല്ല, നിങ്ങളുടെ പ്രായത്തെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ എനിക്ക് തന്നെ ഒരു ജനറേഷൻ മോൾഡായിപ്പോയി. ഞാനും ഐ എം ഓൾഡർ, ഐ എം മച്ച് ഓൾഡർ. ബട്ട് വെറാസ് മൈ മെജോറിറ്റി ഓഫ് മൈ ഓഡിയൻസ് ഹിയർ യു ആർ ക്വൈറ്റ് യങ്ങർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പൊട്ടൻഷ്യലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മാത്യു സാറിൻ്റെ പ്രസംഗത്തിലും നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് അച്ഛൻ്റെ പ്രസംഗത്തിനകത്തും അത് കേട്ടതാണ്. തർക്കമില്ലാത്ത സംഗതികളാണ് സമയം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ശ്രദ്ധക്കുറവുകൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ ഡൽഹി കോൺഫറൻസ് വളരെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. എപ്പോഴും നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കും, ആരെങ്കിലും OCYM ഓഡിയൻസിനെ ഫേസ് ചെയ്യുമെങ്കിൽ OCYM-നെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു അല്പം ഭയപ്പെടേണ്ടിയിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ബോംബുകളൊക്കെ വീഴും. സോ ഐ എം കെയർഫുൾ അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്കുണ്ടായ ഡിസപ്പോയിൻമെന്റ്സ് ഞാൻ പറയാം, അവിടെ വെച്ചുണ്ടായ ഡിസപ്പോയിൻമെന്റ്സ് എന്താണെന്നുള്ളത്.
with due respect, with everything about the wonderful organization. എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചു, എല്ലാം ഭംഗിയായിട്ട് പോയി. പങ്കെടുത്തവരൊക്കെ വളരെ സുന്ദരന്മാരും സുന്ദരിമാരുമായിരുന്നു. അവർ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ഭംഗിയായും ഡിസിപ്ലിൻഡ് ആയിട്ടും നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് 3 പ്രസന്റേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അത് ചുരുക്കി 2 ആക്കി, അത് ചുരുക്കി 1 ആക്കിയതാണ് ഇത്. അതിനകത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു സെഷൻ വിഷൻ 2012 എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡയസസിയും വന്നിട്ടുള്ളവർ ദേ വർ പമ്പിങ് ഇൻ ഐഡിയാസ്. അപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് അവിടെ പോയിരുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് പ്രായം കുറവുള്ളവരുടെ യങ് ഇൻ ദർ ഹാർട്ട്, മൈൻഡ് ആൻഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ബ്രെയിൻ, അങ്ങനെയുള്ളവരുടെ ആശയങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതി ഒരിക്കലും നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. പ്രായമുള്ളവരുടെ നമ്മൾ നിശ്ചയമായിട്ടും അവരുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കേൾക്കും. എന്നാലും ചെറുപ്പക്കാരുടെ അഭിപ്രായങ്ങൾ കുറച്ചുകൂടെ നൈവായിരിക്കും, കുറച്ചുകൂടെ ക്ലാരിറ്റി കാണും, കുറച്ചുകൂടെ ബോൾഡ് ആയിരിക്കും. അതിനകത്ത് ഇഗ്നോറൻസ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ബോൾഡ് ആയിരിക്കും. അതുകൊണ്ട് കേൾക്കാനുള്ള കൗതുകത്തോടു കൂടിയാണ് അവിടെ പോയിരിക്കുന്നത്. പക്ഷേ ടു ബൈ ഡിസപ്പോയിൻമെന്റ്, എനിക്ക് അവിടെ ഉണ്ടായ ഡിസപ്പോയിൻമെന്റിനെ സംബന്ധിച്ച് ഞാൻ പറയാണ്. നിങ്ങൾക്ക് എന്നോട് എതിർക്കാം, നിങ്ങൾക്ക് OC5-നെ കുറ്റം പറയുമെന്ന് പറഞ്ഞിട്ട് നിശ്ചയമായിട്ടും എന്നെ ആക്രമിക്കാം. ബട്ട് ഐ ആം വെരി മച്ച് പാർട്ട് ഓഫ് യു. ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. എൻ്റെ ഡിസപ്പോയിൻമെന്റ് ഇതാണ്. വിഷൻ പറഞ്ഞു വന്നപ്പോൾ വലിയ സ്വപ്നങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ കേട്ടത് 100%, 99 അല്ല, 100% വരുന്ന റെസ്പോൺസസും കേട്ടത് ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, എന്നെ അടുത്ത ഒരു മന്ത്രിയോ കൗൺസിലറോ ആവാൻ വേണ്ടി സഭ എന്ത് ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി എന്ത് എൻ്റെ കമ്മ്യൂണിറ്റി ചെയ്യും എന്നുള്ളതായിരുന്നു ഞാൻ കേട്ടത്. I was completely morally dejected about the opinions that has come out from the youngsters of the church. അതാണോ നമ്മുടെ സ്വപ്നവും വിഷനും? അടുത്തൊരു നൂറ്റാണ്ടിലെ അടുത്തൊരു വർഷത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷയും എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് സഭ എന്ത് ചെയ്യും എന്നുള്ളതാണോ? സഭ അങ്ങനെ എവിടെയെങ്കിലും the unholy betrothal of politics and church is an aberration that has to be chopped off from the church. അതായിരുന്നു പ്രധാനമായിട്ടും സ്വപ്നം കണ്ടത്. അതെൻ്റെ ഒരു ഡിസപ്പോയിൻമെന്റ്. രണ്ടാമത്തെ ഒരു യുവജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയിൽ എനിക്കുണ്ടായ ഒരു ഡിസപ്പോയിൻമെന്റ് ഒന്നുകൂടെ പറയാം. ഓർഗനൈസേഴ്സിന് എപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകും. അവരെ നമ്മളൊരു ശത്രുപക്ഷത്തായിരിക്കും നിർത്തുന്നത്. നമ്മൾ പങ്കെടുക്കുന്നവരെ ഓർഗനൈസേഴ്സ് അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങോട്ട് ഇറങ്ങരുത്, ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. നമുക്ക് അറിയാം അതൊക്കെ ശരിയാണെങ്കിലും നമുക്ക് വലിയ ഡിസിപ്ലിൻസ് ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാണ് എല്ലാവരും. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മൾ ഇച്ചിരി അപ്രിഹെൻസീവ് ആവും. നമുക്ക് അതിനെക്കുറിച്ച് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ റിമാർക്കുകൾ പറയും. പക്ഷേ തമാശകളൊക്കെ നമ്മൾ എടുക്കും. അതൊക്കെ നല്ലതാണ്. അപ്പോൾ 3 പേര് പുറത്തേക്ക് പോവാണ്. അപ്പം പ്രായമുള്ളൊരു അപ്പച്ചൻ ബാഡ്ജൊക്കെ കുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു, മോനെ പുറത്ത് പോകരുതേ ഇപ്പം. അതെന്താ പോയാൽ? ഇനി കോൺവെർസേഷൻ അതുപോലെ ഞാൻ റീക്രിയേറ്റ് ചെയ്യുവാണേ. അതെന്താ പോയാൽ? അത് മൊബൈൽ വല്ലതും ചാർജ് ചെയ്യാൻ പോവാണെങ്കിൽ ഈ കൗണ്ടറിൽ പറഞ്ഞാൽ മതി, എല്ലാം പിന്നെ ഇവിടെ ചെയ്തു തരാം. ഫ്രീ ആണോ അപ്പച്ച? ഫ്രീ ആണ്, അത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി. ഈ അപ്പച്ചൻ മറുപടി പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ ഇച്ചിരി താവണം. ചെറുപ്പക്കാരനാണെങ്കിലും അത്രയും പെട്ടെന്നൊരു മറുപടി പ്രതീക്ഷിച്ചില്ല പുള്ളി. അവൻ വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, അപ്പച്ചൻ കൊള്ളാമല്ലോ, അപ്പച്ചൻ്റെ പേരെന്തോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാഡ്ജൊക്കെ തിരിച്ച് നോക്കിയിട്ട് പുറത്ത് 2 അടി ഇങ്ങനെ. ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ അവിടെ കണ്ടു. ഇത് നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. 2 തലമുറയിൽപ്പെട്ടവരുടെ സംഭാഷണമാണ്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്നാലും ഒന്ന് ചിന്തിച്ചോടെ, ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനോട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നുള്ളത് എൻ്റെ ഒരു ചിന്തയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ എം നോട്ട് ബിക്കമിങ് ജഡ്ജ്മെന്റൽ ആവുകയല്ല. അതിൻ്റെ എല്ലാ പോസിറ്റീവ് ഡൈനമിസവും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. വെൽ, ലെറ്റ് us take that as in a lighter sense. വളരെ ലൈറ്റായിട്ട് അതിനെ എടുക്കാനായിട്ട് കഴിയും. അത് പോകട്ടെ. അടുത്തത് ഈ കോലഞ്ചേരി ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ ആനുവൽ കോൺഫറൻസിന് മുമ്പ് സംഭവിച്ച സംഗതിയാണ്. എങ്കിലും ഈ ഇന്ത്യ വിഷൻ ചാനലിനകത്ത് വന്ന ഈ പൊളിറ്റിക്സിൻ്റെ ഒരു എപ്പിസോഡ് യൂട്യൂബിൽ പോപ്പുലർ ആയത് ഒരു ഒക്ടോബർ 1 ആ സമയത്തിന് ശേഷമാണ്. അത് നമ്മളൊക്കെ ഒരുപാട് പേര് കണ്ടു കാണും. കണ്ടിട്ടില്ലാത്തവരുടെ അറിവിലേക്ക് ഞാനൊന്ന് പറയാം. ഇത് വളരെ പോപ്പുലറായിട്ട് യൂട്യൂബിലെല്ലാം ഇപ്പോൾ കാണുന്നതാണ്. ഈ കോലഞ്ചേരി ഇഷ്യൂ വലിയ അതിൻ്റെ പീക്കായിട്ട് നിന്ന സമയത്ത് ബാവ തിരുമേനിയെ കാണാൻ വേണ്ടിയിട്ട് വലിയ ബാവ തിരുമേനി അവിടെ വന്നു. എന്നിട്ട് വലിയ വായിൽ നിലവിളിച്ചു.
ജീവിതത്തിൽ മനുഷ്യന് കരയാനും സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും പ്രൈവസി ഇല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മളുടേത്. എപ്പോഴും ക്യാമറ കാണും, ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. നമ്മുടെ മാത്യു സുധീരൻ ബാബ കാലം ചെയ്യുന്നതിനകത്ത് ജനലിൽ കൂടെ പിന്നെ വീഡിയോ എടുത്തിട്ട് ഏഷ്യാനെറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് എ കേഴ്സ് ഫോർ അവർ കൾച്ചർ. കാരണം ഒരു ചർച്ച് ഗഡിനെയും ഒഫീഷ്യലി ഒരുക്കാതെ, ചർച്ച് പെർമിഷൻ കൊടുക്കാതെ മീഡിയയിൽ വരേണ്ട ആവശ്യമില്ല. ഏത് മനുഷ്യനും ഡിഗ്നിറ്റിയോടുകൂടി മരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മൾ ഇവിടുത്തെ മീഡിയ തകർക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. മൈ പ്രൈവസി ഷുഡ് ബി ഓണേഡ്. അതിനുള്ള അവകാശമില്ല. അത് പോട്ടെ, അത് ഒരു വൃദ്ധന്റെ വിലാപമായിരുന്നു, ഒരു പുത്രദുഃഖത്തിന്റെ വിലാപമായിരുന്നു. അതൊക്കെ അവിടെ നിന്നവരുടെ മനസ്സിനെ സ്പർശിക്കുകയും അവിടെ നിന്നവരുടെ എല്ലാവരുടെയും കണ്ണ് നിറയിക്കുകയും ചെയ്ത സംഭവമായിരുന്നു അത്. പക്ഷെ അത് ചാനലുകാരെടുത്തു. കുഴപ്പമില്ല, ഭംഗി. അതുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ ചർച്ച് ഉദ്ദേശിക്കുന്നുണ്ടാവും. ഐ ഡോണ്ട് നോ, വിച്ച് ഇസ് അഗെയിൻ എ മിസ്റ്റേക്ക് ഓഫ് അവർ ചർച്ച്. നമ്മുടെ വലിയ ബാബാതിരുമേനയുടെ കണ്ണീര് വിറ്റ് നമ്മൾ കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല, അറ്റ് എനി എക്സ്പെൻസ്. അതുകൊണ്ട് നമുക്ക് ഒന്നും നേടാനും പോകുന്നില്ല. എന്തു തന്നെയാവട്ടെ, ഈ ചാനൽ വിത്ത് ദ മോസ്റ്റ് മോഡേൺ എഡിറ്റിംഗ് ടെക്നോളജി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ? ഇത് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ശ്രേഷ്ഠ ബാബായുടെ ഈ എപ്പിസോഡ് പോകുന്നത് ഇങ്ങനെയാണ്. ബാബാ തിരുമേനി ഇങ്ങനെ നിലവിളിക്കുന്നു. അത് ഇങ്ങനെ ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന പോലൊരു നിലവിളിയാണ്. അത് കഴിഞ്ഞിട്ട് 90കളിലെ ലാഫിംഗ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിൽ ഇറങ്ങിയ ക്രിസ്തു ഇങ്ങനെ തല ചരിച്ച് വലിയ വായിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രേഖാചിത്രമുണ്ട്. അത് നമ്മളൊക്കെ കണ്ടു കാണാം. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുന്ന സമയത്ത് അത് ലാമിനേറ്റഡ് കോപ്പി എടുക്കുക. നല്ലൊരു ചിത്രമാണ്. വലിയ വായിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട് ക്രിസ്തുവിന്റെ. അത് ജക്സ്റ്റപ്പോസ് ചെയ്യും. അത് അടുത്തത് എഡിറ്റ് ചെയ്ത് ചേർക്കും അതിന്റെ കൂടെ. അതിന്റെ പശ്ചാത്തലത്തില് ഫ്രണ്ട്സ് എന്നുള്ള നമ്മുടെ സിനിമയിലെ ചക്കച്ചാമ്പറമ്പിൽ ജോയി എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അയാളുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു ചിരിയുണ്ട്, ഭയങ്കര ഒരു അട്ടഹാസ ചിരി. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്കറിയാവുന്നതാണത്. അത് എഡിറ്റ് ചെയ്ത് അവിടെ ചേർക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ശ്രേഷ്ഠ ബാബായുടെ കരച്ചിൽ കാണിക്കുന്നു. ഇതൊരു 3-4 തവണ ഇങ്ങനെ ആവർത്തിക്കുന്നു, നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട്. അതിന്റെ സീക്വൻസ് ഇങ്ങനെയാണ്: വലിയ ബാബ കരയുന്നു, ക്രിസ്തു ചിരിക്കുന്നു, പക്ഷെ പശ്ചാത്തലത്തിൽ ശ്രീനിവാസനാണ് ചിരിക്കുന്നത്. ക്രിസ്തു ചിരിക്കുന്ന പടം, അതിനുശേഷം ശ്രേഷ്ഠ ബാബ കരയുന്നു, പിന്നെയും ക്രിസ്തു ചിരിക്കുന്ന പടം, പിന്നെ വലിയ ബാബ കരയുന്നു. ഇങ്ങനെ ഒരു മോക്കറി പോലെ, ഒരു കളിയാക്കുന്നത് പോലെ ഇങ്ങനെ വന്നു. ഇത് കാണത്തക്കതുപോലെയുള്ളൊരു ദുരന്തം നമ്മളുടെ സഭയ്ക്കും നമുക്കും ഒക്കെ ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ അപ്പനാണത്. അവനെ ഇങ്ങനെ പരസ്യമാക്കി ഇത് കാണിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഒഫെൻസീവാണ്, നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ പ്രൈവസിയിലേക്കുള്ള ഒരു ആക്രമണമാണ്. അത് സഭയും മനസ്സിലാക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇപ്പോൾ വിവരിച്ച 3 സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരുന്നതൊന്ന് റീകോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇത് നമ്മൾ വാട്ട് ഈസ് അവർ ഹെറിറ്റേജ് എന്നുള്ള അന്വേഷണം. 12 കാര്യങ്ങളാണ് ഞാൻ ഡൽഹിയിൽ പറഞ്ഞത്. അതിന്റെ ചുരുക്കം, ബട്ട് ഒബ്വിയസ്ലി ഹാസ് കംപ്ലീറ്റ്ലി ബീൻ റീഫ്രേസ്ഡ് ഫോർ ഇറ്റ്സ് ടെർമിനോളജി ദാറ്റ് ഐ വാണ്ടഡ് ടു പ്രസന്റ് ഹിയർ. ഞാൻ അതുകൊണ്ടാണ് ക്യാരിഡ് ഓവർ എന്ന് എഴുതിയത് ഫ്രം ദ OCYM ആനുവൽ കോൺഫറൻസ് എന്നുള്ളത്. മാർത്തോമാ സ്ലീഹയുടെ ഒരു മൊസൈക്ക് ഐക്കണാണ് അതെ. ദാറ്റ് ഇസ് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. പാസ് ഓൺ പ്ലീസ്. നമുക്ക് എനിക്ക് സിനിമ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ സിനിമ കാണുന്ന ആളാണ്. സിനിമ നല്ലൊരു കലയാണ്. യുവജനങ്ങളോട്, ഏത് ഏജിലുള്ളവരോടും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ശ്രേഷ്ഠമായ കലയാണ് സിനിമയെന്ന് നമുക്കറിയാം. എസ്പെഷ്യലി ഈ ഇന്റർനാഷണൽ മൂവീസ്. ഞാനിപ്പോൾ ഇന്റർനാഷണൽ മൂവീസ് ഒന്നുമല്ല പറയാൻ പോകുന്നത്. അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത് കാണിക്കാൻ വേണ്ടി സമയം കളയുന്നില്ല. വൺ മാൻ ഷോ എന്ന് പറയുന്ന സിനിമയിൽ, ഇത് ഞാൻ ഡൽഹി പറഞ്ഞതാണ്. വൺ മാൻ ഷോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പിന്നെ നമ്മുടെ ഭരത് സലീം കുമാർ പറയുന്ന ഒരു റിമാർക്ക്, ഇങ്ങനെ ഒരു ഭ്രാന്താശുപത്രിയുടെ സീനാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും ഓടി വരുവാണ്. അപ്പോൾ അവിടെ ആൾക്കാരെന്നെങ്കിൽ എന്തോ ഓടിപ്പോകുന്നേ. ഞാൻ അവരെ മുഴുവൻ പറ്റിച്ചു, അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിപ്പോവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ ഓടാൻ തുടങ്ങുക. അപ്പം നീ എന്തിനാ ഓടുന്നേ? നീ കള്ളം പറഞ്ഞു, നീ എന്തിനാ ഓടുന്നേ? നീ ചിലപ്പോൾ അവിടെ കാണാൻ കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. ഞാൻ സത്യസന്ധമായിട്ടൊന്ന് ചോദിക്കട്ടെ, ഈ തലമുറ കൈമാറി കിടാവ് ഞങ്ങൾ സൂക്ഷിക്കും, എന്തുവാ മാർത്തോമായുടെ ദീപശിക, എന്തുവാ അത് സംഭവം? വാട്ട് ഈസ് ദാറ്റ്? എന്തോ ദീപശിക, എന്തോ ഞാൻ ഈ കൈമാറുന്ന എന്തോ ദീപശിക, വാട്ട് ഈസ് ദാറ്റ്? ഐ ഡോണ്ട് നോ. നമ്മളെല്ലാം ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുക. എല്ലാ സമ്മേളനത്തിന് പോയാലും നമ്മൾ ഭയങ്കര ആവേശത്തോടെ വിളിക്കും. ഒരാളെ ഇങ്ങനെ മാറ്റി വിളിച്ചിട്ട്, മോനെ എന്തോ ഈ സംഭവം എന്തുവാന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഞാൻ അത് എന്താണെന്ന് പറയുന്നല്ലോ ഉദ്ദേശിക്കുന്നത്. This is a crucial identity question before us. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കൾച്ചറിനെയും റിലീജിയനെയും നമ്മൾ റിലേറ്റ് ചെയ്യും, കൺഫ്യൂസ് ചെയ്യും.
ഈ പത്രോസ്തുതിയൻ പാത്രിയർക്കീസ് 1875 മുതൽ 77 വരെയുള്ള സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ചെയ്ത അറബിവൽക്കരണമായിരുന്നു. അതിന് പ്രൂഫുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തെക്കുള്ള പല പള്ളികളിലും വന്നിട്ട് അദ്ദേഹം ഇതുപോലുള്ള ഓട്ടുവിളക്കുകൾ മാറ്റിയിട്ട് പളുങ്കുവിളക്ക് വയ്ക്കണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ക്രിസ്ത്യാനിറ്റി. ഓട്ടുവിളക്ക് എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയോ ഒരു ഐഡന്റിറ്റിയാണ്. നമ്മൾ അത് വെച്ചു, അതിൽ കുരിശ് കാണും, അതിൽ ദീപം തെളിയിക്കും. പളുങ്കുവിളക്ക് വെച്ചാലും ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. പക്ഷെ അത് മാറ്റണമെന്ന് നിർദ്ദേശിച്ച് മാറ്റുമ്പോൾ റിലീജിയനും കൾച്ചറും തമ്മിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യുക. അറബിക് കൾച്ചർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ അതിന് വളരെ മിടുക്കരാണ്. നമ്മൾ ഈ തലമുറ കൈമാറി കിടാതെ സൂക്ഷിക്കുമെന്ന് പറയുന്നത് ഏറിയ പങ്കും ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നത് കൾച്ചറാണ്, നമ്മുടെ റിലീജിയൻ അല്ല. അപ്പോൾ പ്രൈമറിലി നമുക്ക് വേണ്ടത് വാട്ട് എക്സാക്ട്ലി ഹാസ് ബീൻ ഓർ ഹാസ് ടു ബി ഹാൻഡഡ് ഡൗൺ. എന്താണ് തലമുറ കൈമാറി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മാർത്തോമാ സ്ലീഹായിൽ നിന്നും എനിക്ക് പൈതൃകമായി ലഭിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. പ്രൈമറിലി ഇറ്റ് ഇസ് ദ സ്ക്രിപ്ചർ, വേദമാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആവേശത്തോടു കൂടി തന്നെ നമ്മൾ വിളിക്കണം. പക്ഷെ നമ്മൾ തലമുറ കൈമാറി കൊടുക്കുന്നത് വേദമാണ്. ഇന്ന് രാവിലെ തിരുമേനി പ്രസംഗിച്ചപ്പോൾ എപ്പോഴോ പറഞ്ഞല്ലോ, എന്നെ വേദപുസ്തകം പഠിപ്പിച്ച ഉസ്താദ് തിരുമേനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞത്. തലമുറ കൈമാറി കിട്ടുന്നതാണത്. നമ്മൾ ഇത് എന്താണെന്ന് പറയുന്നതും എന്താണെന്ന് പറയാൻ പഠിപ്പിക്കുന്നതും ഇതിനോടുള്ള ആക്സസിബിലിറ്റി തരുന്നത് നമ്മളുടെ ഭവനമാണ്, വീടാണ്, അപ്പനും അമ്മയുമാണ് നമുക്ക് തരുന്നത്. ഈ പുസ്തകം നമ്മുടെ കൈവശം തരുന്നത്. ഇത് കിട്ടിയത് വളരെ ഗ്രേഷ്യസ് ആയിട്ട് ജീവിതം പോലും പണയം വെച്ച് ഒരു മനുഷ്യൻ ഈ സുവിശേഷത്തിന്റെ വെളിച്ചം ഇവിടെ കൊണ്ടുവന്നതാണ്. അദ്ദേഹം തന്ന ഏറ്റവും പ്രാഥമികമായ പൈതൃകം എന്ന് പറയുന്നത് വേദമാണ്, സ്ക്രിപ്റ്റ്.